ഹായ് ഹലോ എല്ലാവർക്കും രഞ്ജു സ്മാർട്ടി മലയാളത്തിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് വളരെ ട്രെൻഡിങ് ആയിട്ടുള്ള ഇപ്പോൾ ഒരുപാട് കുട്ടികൾ ജോയിൻ ചെയ്ത് പഠിക്കുന്ന ഒരു കോഴ്സിനെ കുറിച്ചാണ്. നഴ്സിംഗ് അസിസ്റ്റൻ്റ് എന്ന് പറയുന്ന ഒരു കോഴ്സാണിത്. ഡിപ്ലോമ ഇൻ നഴ്സിംഗ് കെയർ അസിസ്റ്റൻ്റ്. അപ്പോൾ നമുക്ക് ആ കോഴ്സിനെ കുറിച്ചുള്ള ബാക്കി വിവരങ്ങളും കൂടി നോക്കാം. ആശുപത്രികളിലും അതുപോലെ തന്നെ ഹോം കെയർ രംഗത്തും രോഗികളെ പരിചരിക്കാൻ സഹായിക്കുന്ന കുറച്ച് കാലം കൊണ്ട് നിങ്ങൾക്ക് പഠിച്ച് ജോലി നേടാൻ സഹായിക്കുന്ന ഒരു തൊഴിലധിഷ്ഠിത കോഴ്സാണിത്. ഇതിൻ്റെ യോഗ്യത എന്ന് പറയുന്നത് വെറും 10ാം ക്ലാസ് ആണ്. അപ്പോൾ 10ാം ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഒന്നും പഠിക്കാൻ പറ്റാത്തവർക്കും, അതായത് 10ാം ക്ലാസ് കഴിഞ്ഞ പാടെ വേഗത്തിൽ തന്നെ ജോലി നേടണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്കും തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്ന ഒരു കോഴ്സാണിത്. 10ാം ക്ലാസ് ആണ് യോഗ്യത എന്നുള്ളത് കൊണ്ട് തന്നെ പ്ലസ് ടുവിലെ ഏത് സ്ട്രീം എടുത്ത് പഠിച്ച ഒരാൾക്കും ഇത് പഠിക്കാം. സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഒന്നും ആവശ്യമായിട്ടില്ല. 35-നും ഉള്ളിൽ പ്രായമുള്ള ആർക്കും ഈ കോഴ്സ് പഠിക്കാനും സാധിക്കും. അതുപോലെ തന്നെ കോഴ്സിൻ്റെ കാലാവധി എന്ന് പറയുന്നത് 6 മാസം മുതൽ 1 വർഷം വരെയാണ്. പക്ഷേ ചില സ്ഥാപനങ്ങളിൽ 2 വർഷത്തെ അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ നഴ്സിംഗ് കെയർ അസിസ്റ്റൻ്റ് എന്നും പറഞ്ഞിട്ട് കോഴ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ദൈർഘ്യമുള്ള കോഴ്സുകൾ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ തിയറി ആയിട്ടും പ്രാക്ടിക്കലായിട്ടും നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. നിങ്ങളുടെ തിയറി ക്ലാസ്സുകൾക്ക് ശേഷം നിങ്ങൾക്ക് ഹോസ്പിറ്റലുകളിൽ, അത്യാവശ്യം നല്ല ഹോസ്പിറ്റലുകളിൽ തന്നെ പ്രാക്ടിക്കൽ ചെയ്യാവുന്നതാണ്. ഇതിൽ കൂടുതലും വരുന്നത് നഴ്സിംഗിൻ്റെ ബേസ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് രോഗികളുടെ അടിസ്ഥാനമായിട്ടുള്ള പരിചരണം, അതുപോലെ തന്നെ ബ്ലഡ് പ്രഷർ, പൾസ്, താപനില അളക്കൽ, ഇതുകൂടാതെ തന്നെ ഫസ്റ്റ് എയ്ഡ്, CPR, ഇൻഫെക്ഷൻ കൺട്രോൾ, മരുന്നുകൾ നൽകാൻ സഹായിക്കൽ, ബെഡ് മേക്കിംഗ്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ഈ കോഴ്സ് നിങ്ങൾ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ജനറൽ ഡ്യൂട്ടി അസിസ്റ്റൻ്റ് ആയിട്ടും നഴ്സിംഗ് എയ്ഡായിട്ടും ഒക്കെ പോകാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ ഹോം കെയർ, പാലിയേറ്റീവ് കെയർ, ഹോസ്പിറ്റൽസ്, ക്ലിനിക്സ്, ഓൾഡ് ഏജ് ഹോംസ് എന്നിവയിലെല്ലാം ജോലി നേടാനുള്ള അവസരം ഉണ്ടാവും. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള കോഴ്സുകൾ ചെയ്യുന്നവർക്ക് ഇന്ന് വിദേശത്ത് പോകാനുള്ള തൊഴിലവസരങ്ങൾ വളരെയധികമാണ്. അങ്ങനെ ഒരുപാട് പേര് പഠിച്ച് ജോലി നേടുന്നുണ്ട് വിദേശത്തൊക്കെ. അപ്പം നിങ്ങൾ ഈ കോഴ്സൊക്കെ പഠിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ല സ്ഥാപനങ്ങൾ നോക്കി വേണം തിരഞ്ഞെടുക്കാൻ. ഇത് കേരള സർക്കാരിൻ്റെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൻ്റെയും പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെയും കീഴിൽ വിദ്യാർത്ഥികൾക്ക് തൊഴിലധിഷ്ഠിത കോഴ്സുകൾ നൽകുന്ന സർക്കാർ പദ്ധതികളുണ്ട്. കേരള അക്കാദമി ഫോർ സ്കിൽ എക്സലൻസ്, അതുപോലെ തന്നെ അസാപ്പ്, ഇങ്ങനെയുള്ള സ്ഥലത്തെല്ലാം ഇത്തരത്തിലുള്ള കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അസാപ്പ് പോലെയുള്ള കേരള സർക്കാർ സ്ഥാപനങ്ങൾ അംഗീകൃതമായിട്ടുള്ള നഴ്സിംഗ് കോഴ്സുകളാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വിശ്വസിച്ച് പഠിക്കാൻ പറ്റും. ഇതുകൂടാതെ പ്രമുഖ സ്വകാര്യ ഹോസ്പിറ്റലുകളിലും പാരാമെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും ഒക്കെ ഈ കോഴ്സ് നൽകുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി അസാപ്പ് എന്നൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് കോഴ്സിൻ്റെ വിവരങ്ങളും കാര്യങ്ങളും ഒക്കെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടി സാധിക്കും. എന്തായിരുന്നാലും നിങ്ങൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ പഠിക്കുന്ന സ്ഥാപനത്തിന് അംഗീകാരമുള്ളതാണോ, നിങ്ങളെ പഠിച്ചിറങ്ങി കഴിയുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന സർട്ടിഫിക്കറ്റിന് വാല്യൂ ഉണ്ടോ എന്നൊക്കെ ഉറപ്പുവരുത്തണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ ബൈ.